ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോഴേക്കും അവിടെ ഭക്ഷണം ഒന്നും കാണും കേട്ടോ. ഷോ, ഇതെന്താ ഇത്? ഭക്ഷണം എവിടെ? ഭക്ഷണം എവിടെ എന്ന് വിളിച്ചു പോവാണ്. ആ സമയത്ത് ശ്രുതി അടുക്കള ഈശ്വര എന്തു ചെയ്യും? പറഞ്ഞത് കേട്ടില്ലേ, ഭക്ഷണം എവിടെയെന്ന്? ആ സമയത്ത് ശ്രുതി പറയണ്ട്, അയ്യോ സർ, ഒന്ന് ഒരു അരമണിക്കൂർ ഞാൻ ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കി തരാം. അരമണിക്കൂറോ? സോറി സർ, സോറി സർ, 10 മിനിറ്റ് ഞാൻ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അടുക്കളയിൽ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ആ സമയത്ത് അശ്വിനെ ചെറുതായിട്ട് ഇങ്ങനെ തല ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അശ്വിൻ തല കറങ്ങിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അശ്വിന് ആ കണ്ണുകൾക്കൊക്കെ കാഴ്ച ശക്തി കുറയണ പോലെ തോന്നുകയാണ്. എല്ലാം ഇരുണ്ട് മൂടി കിടക്കുകയാണ്. തല കറങ്ങി അശ്വിൻ അവിടേക്ക് തന്നെ വീഴുവാട്ടോ. അത് കണ്ടുകൊണ്ട് ശ്രുതി ഓടി വരുന്നുണ്ട്. അയ്യോ സർ, അശ്വിൻ സർ, അശ്വിൻ സർ എഴുന്നേക്ക്, അയ്യോ അശ്വിൻ സർ ഇതെന്ത് സംഭവിച്ചു? സർ എഴുന്നേക്ക്, സർ സർ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിക്കണം. മുത്തശ്ശി, മുത്തശ്ശി ഒന്ന് ഓടി വാ മുത്തശ്ശി, അഞ്ജലി ചേച്ചി, അഞ്ജലി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പൊ എല്ലാരും വരുന്നുണ്ട്. എന്താ എന്താ ശ്രുതി? അയ്യോ കുഞ്ഞിന് എന്ത് പറ്റി? കുഞ്ഞ കണ്ണു തുറക്കു എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിക്കുന്നുണ്ട്. അശ്വിൻ കണ്ണു തുറക്കുന്നില്ല. അഞ്ജലി പറയണ്ട, ഈശ്വര കുഞ്ഞിന് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഷുഗർ ലെവൽ കുറഞ്ഞിട്ട് കാണുമായിരിക്കും. അതാ ശ്രുതി, നീട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അതെ മനോരമ പണ്ട് അതേ കുറച്ച് വെള്ളം എടുത്തോണ്ടേ എന്ന് പറയണം. അങ്ങനെ ശ്രുതി അടക്കളന്ന് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അങ്ങനെ മനോരമ കുറച്ച് വെള്ളം എടുത്തിട്ട് അശ്വിന്റെ മുഖത്തേക്ക് തളിക്കുകയാണ്. പക്ഷെ അശ്വിന്റെ ബോധം വരുന്നില്ല. കുറച്ച് വെള്ളം ഗ്ലാസ് എടുത്തിട്ട് അശ്വിന്റെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. പക്ഷെ പതുക്കെ പതുക്കെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അഞ്ജലി പറയണ്ട്, ശ്രുതി നീ വേഗം പോയിട്ട് എന്തെങ്കിലും സ്വീറ്റ്സ് എടുത്തിട്ട് വാ, അശ്വിന്റെ ഷുഗർ ലെവൽ കുറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പോ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി അടക്കളന്ന് കുറച്ച് സ്വീറ്റ്സ് എടുത്ത് വരുവാണ്. അഞ്ജലി ആ സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് നമ്മുടെ അശ്വിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് കഴിക്കേ, എല്ലാം ഓക്കെയോ കുഞ്ഞ ഇത് കഴിക്കേ എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ പതുക്കെ പതുക്കെ അത് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഇറക്കി വരുമ്പോഴേക്കും അശ്വിനെ പതുക്കെ പതുക്കെ ഒന്ന് ഓക്കെ ആവും കേട്ടോ. ആ ഓൾറൈറ്റ് ചേച്ചി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അത് നീ പറഞ്ഞാ മതിയോ? എന്താ നീ മെഡിസിൻ എടുത്തില്ലേ? ഭക്ഷണം കഴിക്കാത്തോണ്ടാ. ഒരു കാര്യം ചെയ്, ഞാൻ ചേച്ചി കുഞ്ഞിനെ ഭക്ഷണം തരാം, നീ മുകളിലേക്ക് പോയിക്കോ. ശ്രുതി, ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്ന് പറയണം. അങ്ങനെ അഞ്ജലി ഭക്ഷണം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവാണ്. അശ്വിൻ പതുക്കെ മുകളിലേക്ക് പോകുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ആകെ വിഷമമാട്ടോ. അങ്ങനെ അഞ്ജലി ചപ്പാത്തിയും അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കിയ ശേഷം അശ്വിനെ വാരി കൊടുക്കുക കേട്ടോ. ചേച്ചി മതി ചേച്ചി, ഞാൻ കഴിച്ചോളാം, വേണ്ട വേണ്ട ഞാൻ വാരിത്തരാം, നീ കഴിച്ചാൽ നീ ഒന്നും കഴിക്കില്ല, ഞാൻ വാരി തന്നോളാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വാരി കൊടുക്കാണ്. ശ്രുതി ആകെ വിഷമിച്ചിരിക്കുമ്പോ അഞ്ജലി പറഞ്ഞിട്ട്, ശ്രുതി നീ വിഷമിക്കൊന്നും വേണ്ട, ഷുഗർ ലെവൽ കുറഞ്ഞോണ്ടാ, വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം അശ്വിനെ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അശ്വിൻ അത് പതുക്കെ കഴിക്കുന്നുണ്ട്. മതി ചേച്ചി, ഇല്ലില്ല ഇത് ഫുള്ളും നീ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അശ്വിനെ ഇങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ബാർബി വരുന്നുണ്ട് കേട്ടോ. ഹായ് സർ ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ഹോ, എല്ലാവരും പേടിച്ചു പോയി കേട്ടോ. സാർ ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണ് ബാർബി, എനിക്കൊരു കുഴപ്പമില്ല. അതെ സാർ ഇപ്പൊ സുഖമില്ലാത്തല്ലേ, ഞാൻ വേണമെങ്കിൽ അടുത്തിരിക്കാം കേട്ടോ, എക്സ്ട്രാ കെയറിംഗ് ഒക്കെ തരാം, കുറച്ച് ഉപദേശവും തരാം. അയ്യോ വേണ്ടായേ എന്റെ ബാർബി കുട്ടി ഉപദേശിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കിളി ഇടുക കേട്ടോ. ബാർബി ഇങ്ങനെ ചിരിക്കാണ്. അങ്ങനെ ബാർബിനെ കെട്ടിപ്പിടിക്കാണ് നമ്മുടെ അശ്വിൻ. ബാർബി ഇങ്ങനെ അശ്വിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അഞ്ജലി പറയണ്ട, ആ കുഞ്ഞ ഭക്ഷണം കഴിച്ചു, നീ കിടന്നോ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം സാർ. വേണ്ട, നീയും ഇതുപോലെ തന്നെ ടയേർഡായി വന്നിരിക്കല്ലേ ഇന്ന് ഫുള്ളും ട്രാവൽ ചെയ്തിട്ട്, നീയും പോയി കിടന്നോ എന്ന് ബാർബി എടുത്ത് അഞ്ജലി പറയണം. ഓക്കെ സർ, അപ്പൊ ഞാൻ പോയിക്കോളൂ, രാവിലെ കാണാം. ഓക്കെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് സർ. ഓക്കെ ഗുഡ് നൈറ്റ് ബാർബി കുട്ടി എന്ന് പറയണം. അഞ്ജലി ചേച്ചി ഗുഡ് നൈറ്റ്. ഓക്കെ മോളെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശ്രുതി അടുത്ത് പറയും മാത്രം ഗുഡ് നൈറ്റ് പറയാതെ ആ കുട്ടി അങ്ങോട്ട് പോവാട്ടോ. ശ്രുതിക്ക് ചെറിയ ഫീൽ ആവുന്നുണ്ട്. പിന്നെ അശ്വിൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ആ സമയത്ത് അശ്വിൻ പതുക്കെ എഴുന്നേക്കാൻ മുമ്പ് ശ്രുതി പറയണ്ട്, വേണ്ട ഞാൻ സഹായിക്കാം, വേണ്ട നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. അല്ല സർ, അശ്വിൻ സാർ എങ്ങോട്ടാ പോണത്? ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കാൻ പോവാ. വേണ്ട അശ്വിൻ സാർ ഇവിടെ തന്നെ കിടക്ക്. വേണ്ട, എനിക്ക് ഈ റൂമിൽ കിടക്കണ്ട. ഞാൻ അഞ്ജലി ചേച്ചിനെ മുത്തശ്ശിനെ വിളിക്കുകയും മര്യാദയ്ക്ക് ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇങ്ങനെ ബെഡിലേക്ക് ഇങ്ങനെ ഇടുവാട്ടോ. അശ്വിൻ പിന്നെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അശ്വിൻ ഉറങ്ങണ വരെ ശ്രുതി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറച്ചുനേരം അവിടെ ഇവിടേക്ക് നിന്ന് ശ്രുതി സമയം കളയുന്നുണ്ട്. വേണ്ട, അവിടെ ഇവിടേക്ക് നിന്നാൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും, അശ്വിൻ സാറിന്റെ അടുത്ത് പോയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അശ്വിന്റെ അടുത്തേക്ക് പോയിരിക്കാട്ടോ. അങ്ങനെ അശ്വിൻ ഉറങ്ങുന്നവരെ അശ്വിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അശ്വിനെ പെട്ടെന്ന് ചുമ വരുന്നുണ്ട്. അശ്വിൻ വേഗം എഴുന്നേക്കുവാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അശ്വിനെ കൊടുക്കുവാണ്. അശ്വിൻ ആ വെള്ളം കുടിക്കുന്നുണ്ട്. വീണ്ടും കിടന്നുറങ്ങുവാട്ടോ. ശ്രുതി അശ്വിന്റെ അടുത്ത് തന്നെ ബെഡിന്റെ സൈഡിൽ തന്നെ ആയിട്ട് ഇരിക്കുവാട്ടോ. അശ്വിൻ പതുക്കെ കൈ ഉറക്കത്തിൽ അറിയാണ്ട് ശ്രുതിയുടെ കൈയുടെ മുകളിലേക്ക് വെക്കുവാണ്. ശ്രുതി ആ കൈ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് പതുക്കെ അങ്ങനെ തന്നെ ഇരുന്നു. പതുക്കെ ഇടക്കിടക്ക് മയക്കം വരുന്നുണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ അശ്വിനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ശ്രുതി. അതിനുശേഷം രാവിലെ ആകുമ്പോഴത്തേന് അശ്വിൻ പതുക്കെ അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ശ്രുതി അടുത്തിരിക്കുന്നുണ്ട്. എഴുന്നേറ്റു വാ അത് പറയാണ്. വേണ്ട, നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നടക്കാൻ പോകുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് കാല് തെറ്റി സ്ലിപ്പായിട്ട് അവിടെ വീഴുവാട്ടോ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ സാർ ഒറ്റയ്ക്ക് നടക്കണ്ടെന്ന്. അപ്പോഴേക്കും അശ്വിൻ കയ്യിലേക്ക് ഇങ്ങനെ തൊടുവാണ്. ഇതെന്താ എണ്ണ? ഇത് ആരാ ഈ റൂമിൽ എണ്ണ ഒഴിച്ചതെന്ന് ചോദിക്കുകയാണ്. അയ്യോ സോറി അശ്വിൻ സർ, ഇന്നലെ രാത്രി അശ്വിൻ സാറിന്റെ തലയിൽ ഞാൻ കുറച്ച് എണ്ണ തേച്ചായിരുന്നു. വാട്ട്, എന്റെ തലയിൽ എണ്ണ തേച്ചു എന്നോ? ഷേ, നീ എന്തൊക്കെ കാണിക്കണത്? അത് പെട്ടെന്ന് വയ്യായികയൊക്കെ മാറി സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി ചെയ്തതാണ്. ഓ വാട്ട് ദി ഹെൽ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാട്ടോ. അത് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ
അഞ്ജലിയും പ്രീതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി അടുക്കളയിൽ നിൽക്കണം. അപ്പൊ അഞ്ജലി പറയുന്നുണ്ട്, പ്രീതി ചോദിക്കണ്ട അഞ്ജലി ചേച്ചി ഇപ്പൊ അശ്വിൻ സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? കുഴപ്പമൊന്നുമില്ല പ്രീതി. ആകെ അങ്ങോട്ട് പേടിച്ചു പോയി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊരു കൂർക്കം വലിക്കുന്ന ഒച്ച കേൾക്കാട്ടോ. പ്രീതി പറയുന്നുണ്ട്, അല്ല ചേച്ചി ഈ സമയത്ത് ഇവിടെ ആരോ കൂർക്കം വലിക്കണത്? പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്രുതി ഇരുന്ന് കൂർക്കം വലിക്കുവാട്ടോ. പ്രീതി എഴുന്നേപ്പിക്കുന്നുണ്ട്. ശ്രുതി നീ എന്താ നിന്ന് ഉറങ്ങുവാണോ? അത് ഉറക്കം വന്നുപോയി. നീ ഇന്നലെ ഉറങ്ങിയില്ലേ എന്ന് അഞ്ജലി ചോദിക്കുമ്പോ, ഇല്ല ചേച്ചി, അശ്വിൻ സാറിനെ കൂട്ടിരിക്കുവായിരുന്നു. അതെയോ, നീ ഒരു കാര്യം ചെയ്യ് ശ്രുതി, പോയി കിടന്ന് ഉറങ്ങിക്കോ, ദേ ഈ ചായ കുടിക്കുന്ന പറഞ്ഞ ചായ കൊടുക്കാണ്. ആ സമയത്ത് പ്രീതി പറയണ്ട്, ചേച്ചി ഈ ചായ ആർക്കുള്ളതാ? ഇത് ബാർബിക്കും ആകാശിനുള്ളതാ. ചേച്ചി ഞാൻ ബാർബിക്ക് ചായ കൊടുത്തോട്ടെ? അത് നീ കൊടുത്താൽ ചിലപ്പോ അവൾക്ക് സാരില്ല ചേച്ചി, ഞാൻ മാനേജ് ചെയ്തോളാം, ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അഞ്ജലി ചായ എടുത്തിട്ട് പ്രീതിയുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ. പ്രീതി ആ ചായ ഗ്ലാസ് ആയിട്ട് ആകാശിന്റെയും അതുപോലെ തന്നെ ബാർബിയുടെ അടുത്തേക്ക് പോവാണ്. ബാർബി ആണെങ്കിൽ ആകാശിനോട് സംസാരിക്കുകയാണ്. അതെ, ഇന്ന് സാറിന് സുഖമില്ലല്ലോ, അതുകൊണ്ട് ഓഫീസിൽ പോവില്ലല്ലോ? ഇല്ല പോവില്ല, ചേട്ടൻ ഓഫീസിൽ പോവില്ല. അപ്പോ മിസ്റ്റർ എ ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? ചേട്ടൻ പോകാത്തോണ്ട് ഞാനും പോവില്ല. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ ഇന്നത്തെ പ്ലാന്? ഇന്ന് എന്താ പ്ലാൻ വേണ്ടത്? ബാർബി പറയൂ. എന്താ പ്ലാൻ? മിസ്റ്റർ എ പറയും, നമുക്ക് സിനിമക്ക് പോവാം, ബീച്ചിൽ പോവാം. ഓക്കെ ഡബിൾ ഓക്കെ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് പ്രീതി വരുന്നുണ്ട്. അതെ ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുകയാണ്. അതിനുശേഷം ആകാശിനും അതുപോലെ തന്നെ ബാർബിക്കും ചായ കൊടുക്കുക കേട്ടോ. ബാർബി എന്ന് പറഞ്ഞിട്ട് ചായ അവിടെ വെച്ചാൽ മതി, ഞാൻ കുടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രീതി അങ്ങോട്ടേക്ക് ചായ വെക്കുവാണ്. ശേഷം ആകാശ് പറയണ്ട്, അതെ നമുക്ക് പുറത്തൊക്കെ ചുറ്റാൻ പോകുമ്പോ ഈ ആന്റിനെയും കൂടി കൊണ്ടുപോയാലോ? വേണ്ട എനിക്ക് ഇഷ്ടമല്ല, നമുക്ക് രണ്ടേക്ക് മാത്രം പോയാൽ മതി, ഈ ആന്റി പാവമല്ലേ എന്ന് പറയാണ്. എന്നാലും വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് മിസ്റ്ററേക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി, വേറെ ആരെയും കൂട്ടണ്ട നമ്മുടെ ഇടയിലേക്ക്, കേട്ടല്ലോ? എല്ലാം ബാർബി മേഡം പറയുന്ന പോലെ എന്താ ചെയ്തോളാം എന്ന് പറയാണ്. ആ സമയത്ത് പ്രീതി പറയണ്ടേ, അല്ലെങ്കിലും ഞാൻ വരുന്നില്ല കേട്ടോ, ഇവിടെ അടുക്കളയിൽ എടുപ്പത് പണിയുണ്ട്, ഒരുപാട് ജോലിയുണ്ട്, ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടൊക്കെ വാ എന്ന് പറയാണ്. ആ സമയത്ത് ആകാശ്, എടോ താനില്ലാതെ താനും കൂടി വാടോ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ബാർബി പറയണ്ട്, ഈ മിസ്റ്ററേക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? പ്രീതി പറഞ്ഞത് കേട്ടില്ലേ? വരുന്നില്ല, അടുക്കളയിൽ ഒരുപാട് ജോലി ഉണ്ടെന്ന്. അയ്യോ മോളെ, പ്രീതി ഇതൊന്നും വിളിക്കല്ലേ കേട്ടോ, ബാർബിനെക്കാളും ഒരുപാട് പ്രായം മൂത്തതല്ലേ പ്രീതിക്ക്, അപ്പൊ അതുകൊണ്ട് പേരൊന്നും വിളിക്കാൻ പാടില്ല, ആന്റി എന്ന് വിളിച്ചോ, അത് കുഴപ്പമില്ല. ഞാൻ ആലോചിക്കാം, പ്രീതി ആന്റി എന്ന് വിളിച്ചാ ഒരു കുഴപ്പമില്ല മിസ്റ്റർ ബി അങ്ങനെ വിളിച്ചാ മതി. ഓക്കെ ഞാൻ ആന്റി എന്നൊക്കെ വിളിക്കാം, പക്ഷെ ഇവരെ ഞാൻ ആന്റി ആയിട്ട് കാണുമൊന്നുമില്ല. ഇവരെ മാത്രല്ല, ASRന്റെ വൈഫ് ഉണ്ടല്ലോ, എന്താ അവരുടെ പേര്? ശ്രുതികുമാരി ലക്ഷ്മി. അവരെ ഞാൻ ആന്റി ആയിട്ട് കാണത്തൊന്നുമില്ല, ഇവരെ രണ്ടുപേരെ ഞാൻ ഒരിക്കലും കൂട്ടുകൂടില്ല എന്നൊക്കെ ബാർബി പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും പ്രീതിക്ക് ചെറിയ വിഷമാവുന്നുണ്ട്. അതെ മിസ്റ്റർ എ, ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി എന്ന് പ്രീതി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ബാർബി ആകാശിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അതെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ ആകാശിനെ വിളിക്കുന്നുണ്ട്. ശേഷം എന്തൊക്കെയോ പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാട്ടോ. പ്രീതി ചോദിക്കണ്ടേ, എന്താ ആകാശേട്ടാ ബാർബി പറഞ്ഞത്? അതെ മിസ്റ്റർ എന്ന് അവള് മാത്രം വിളിച്ചാൽ മതി, വേറെ ആരും വിളിക്കണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അത്രമാത്രം പൊസിറ്റീവ്നെസ് ആണ് അവളല്ലേ? അതെ എന്ന് പറയാണ്. സാരില്ല, ഞാൻ അവളെ എടുത്തോളാം എന്ന് പറയാണ്. അവളെ ഞാൻ എങ്ങനെയെങ്കിലും എന്റെ വഴിക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എന്നെ അവളുടെ കൂടെ കൂട്ടും എന്ന് പ്രീതി പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.